മലേഗാവ് സ്ഫോടന കേസിലെ പ്രതി പ്രജ്ഞ ഠാക്കൂർ പുറത്തിറങ്ങിയിരിക്കുന്നു. അവർ കഴിഞ്ഞ ദിവസം ആ കേസ് അന്വേഷിച്ച ഹേമന്ത് കർക്കറെക്കുറിച്ച് നീചമായ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. താൻ ശപിച്ചതുകൊണ്ടാണ് കർക്കറെ കൊല്ലപ്പെട്ടത് എന്നായിരുന്നു പ്രജ്ഞ സിംഗിൻ്റെ ആരോപണം. അതിനുശേഷം അവർ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ പ്രശ്നം അതല്ല. എന്താണ് പ്രജ്ഞ സിംഗ് പ്രതിനിധാനം ചെയ്യുന്ന സംഘടന എന്ന് നമുക്ക് അന്വേഷിക്കാം. അഭിനവ് ഭാരത് എന്നാണ് നമ്മൾ പൊതുവെ ആ സംഘടനയെ പത്രമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ആ സംഘടനയ്ക്ക് അത്തരമൊരു പേരല്ല, നിരവധി പേരുകളുണ്ട് എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. അഭിനവ് ഭാരത് സൊസൈറ്റി എന്ന് ഒരു പേരുണ്ട്, ഒപ്പം തന്നെ യങ് ഇന്ത്യ സൊസൈറ്റി എന്ന് മറ്റൊരു പേരുണ്ട്. അങ്ങനെ പല പേരിലാണ് ഈ സംഘടന അറിയപ്പെടുന്നത്. ഈ സംഘടന ഒരു നിഗൂഢ സ്വഭാവമുള്ള സംഘടനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. RSS ആദ്യ സംഘചാലകൻ അല്ലെങ്കിൽ സർവർക്കർ, അദ്ദേഹം വിദ്യാഭ്യാസ കാലത്ത് രൂപീകരിച്ച സംഘടനയാണ് ഇതെന്ന് പറയപ്പെടുന്നു. അദ്ദേഹവും സഹോദരനായ ഗണേഷ് ദാമോദർ സർവർക്കറും ചേർന്നാണ് ഈ സംഘടന ഉണ്ടാക്കിയതെന്നും പറയപ്പെടുന്നു. 1904 1905 സംഘടന രൂപീകൃതമായ വർഷത്തെ സംബന്ധിച്ചും ആശയക്കുഴപ്പമുണ്ട്. ചിലർ പറയുന്നത് 1904 ഇത് രൂപീകരിച്ചതെന്നാണ്, മറ്റു ചിലർ 1905 രൂപീകരിച്ചത് എന്ന് പറയപ്പെടുന്നു. എന്തായാലും അഭിനവ് ഭാരത് എന്ന സംഘടനയുടെ പിറവി തന്നെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. RSS നേതാവ് സർവർക്കർ പൂനെയിലെ ഫെർഗൂസൺ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടക്കമിട്ട ഒരു രഹസ്യ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ഇത്. ഇറ്റാലിയൻ വിപ്ലവകാരി ഗിസിപ്പി മസീനിയുടെ യങ് ഇറ്റലി എന്ന സംഘടനയുടെ പേരിൽ നിന്നാണ് അഭിനവ് ഭാരത് എന്ന പേരിന് പ്രചോദനം ഉണ്ടായത്. അതായത് ഇറ്റാലിയൻ വിപ്ലവകാരി ഗിസിപ്പി മസീനിയുടെ യങ് ഇറ്റലി, അതിന് പകരമാണ് യങ് ഇന്ത്യ സൊസൈറ്റി എന്ന പേരിലും ഈ സംഘടന അറിയപ്പെടുന്നത്. 1906 സർവർക്കർ ഉന്നത പഠനത്തിന് സ്കോളർഷിപ്പ് ലഭിച്ചതോടെ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി. തുടർന്നുള്ള പതിറ്റാണ്ടുകളിൽ അഭിനവ് ഭാരത് നിർജ്ജീവമായിരുന്നു. ആ സംഘടനയുടെ പ്രവർത്തനം ആ സമയത്ത് എന്തായിരുന്നുവെന്ന് ഇപ്പോഴും ചരിത്രത്തിൽ അജ്ഞാതമായി തന്നെ കിടക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച് 5 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ ഈ സംഘടനയെക്കുറിച്ച് കേൾക്കുന്നത്. 1952 അഭിനവ് ഭാരത് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിച്ചു. ഇതിനുശേഷം ആരാണ് ഈ സംഘടനയെ നയിച്ചതെന്നോ അല്ലെങ്കിൽ ആരാണ് ഈ സംഘടനയെ പുനരുജ്ജീവിപ്പിച്ചതെന്നോ യാതൊരു ധാരണയുമില്ല. മാത്രമല്ല 1952 വരെ ഈ സംഘടന നിലവിൽ പ്രവർത്തിച്ചിരുന്നോ എന്നുള്ളതും നമുക്ക് വ്യക്തമല്ല. 2008 ഔട്ട്ലുക്ക് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഹിമാനി സർവർക്കർ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞത് അഭിനവ് ഭാരത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. RSSകാരനായ സമീർ കുൽക്കർണിയാണ് അതിൻ്റെ നേതാവെന്നാണ്. 6 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മലേഗാവ് സ്ഫോടനത്തെ തുടർന്നായിരുന്നു ഇത്തരമൊരു അഭിമുഖം പ്രസിദ്ധീകരിച്ചത്. ഏതായാലും 2008 ഏപ്രിൽ ഭോപ്പാൽ നടന്ന അഭിനവ് ഭാരതിൻ്റെ യോഗത്തിൽ അഭിനവ് ഭാരതിൻ്റെ പ്രസിഡന്റായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നാണ് സ്ഫോടന കേസിലെ പ്രതിയായ ഹിമാനി സർവർക്കർ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. സംഘടന മധ്യപ്രദേശിൽ വളർത്തുന്നതിനാണ് സമീർ കുൽക്കർണി പ്രവർത്തിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതുകൂടാതെ മറ്റ് തെളിവുകളും മഹാരാഷ്ട്ര ATS തലവനായിരുന്ന ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തയ്യാറാക്കിയ FIR പറയുന്നുണ്ട്. ആ FIR അഭിനവ് ഭാരതിൻ്റെ എല്ലാ വിശദാംശങ്ങളും അടങ്ങുന്ന ഒരു FIR ആണ്. ഏതായാലും ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത് 2008 മലേഗാവ് സ്ഫോടനത്തിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്നായിരുന്നു കർക്കറയുടെ കണ്ടെത്തൽ. പിന്നീട് കർക്കറെ കൊല്ലപ്പെട്ടു. ഇതിന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഭിനവ് ഭാരത് എന്ന സംഘടനയിൽ അംഗമായവർ കർക്കറയുടെ കണ്ടെത്തലിൽ ഏതാണ്ട് 99.9% ഉന്നത ജാതിക്കാരാണ്. അതായത് ബ്രാഹ്മണർ, ഠാക്കൂർ തുടങ്ങിയിട്ടുള്ള ഹിന്ദു വിഭാഗത്തിലെ സവർണരാണ് ഈ സംഘടനയുടെ അംഗങ്ങളെല്ലാം. മാത്രമല്ല ഈ സംഘടന സർവർക്കറെ ഗാന്ധി വധ ഗൂഢാലോചനയിൽ നിന്നും ഒഴിവാക്കാനായി നിയമ പോരാട്ടം വരെ നടത്തി. അതിലെ ഒരാൾ അഭിനവ് ഭാരത് ട്രസ്റ്റിയുടെ നേതാവായ ഡോക്ടർ പങ്കജ് ഫഡ്നാവിസ് സുപ്രീം കോടതിയിൽ വരെ ഗാന്ധി വധത്തിൽ നിന്ന്, അതിൻ്റെ ഗൂഢാലോചനയിൽ നിന്ന് സർവർക്കറെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തുന്ന ആളാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടരുന്നു. ഡോക്ടർ പങ്കജ് ഫഡ്നാവിസ് സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു അഫിഡവിറ്റിൽ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട വാദം ഇതാണ്: ഗാന്ധിയുടെ വധത്തിൽ ഗോഡ്സെയ്ക്ക് യാതൊരുവിധ പങ്കുമില്ല, അല്ലെങ്കിൽ ഗോഡ്സെയുടെ വെടിയേറ്റാണ് ഗാന്ധി മരിച്ചത് എന്നതിൽ അർത്ഥമില്ല, വേറൊരാളുടെ വെടിയേറ്റാണ് ഗാന്ധി മരിച്ചതെന്നാണ് പങ്കജ് ഫഡ്നാവിസിൻ്റെ പ്രധാനപ്പെട്ട വാദം. അദ്ദേഹം സുപ്രീം കോടതി നൽകിയ ഹർജിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്: ഗോഡ്സെയുടെ തോക്കിൽ 7 വെടിയുണ്ടകളാണ് ഗാന്ധിയെ കൊല്ലുന്ന സമയത്ത് ഗോഡ്സെയുടെ തോക്കിലുണ്ടായിരുന്നത്. ഇതിൽ 3 ഗാന്ധിജിയുടെ ദേഹത്ത് പതിച്ചത്, ബാക്കി 4 തോക്കിൽ തന്നെ ഉണ്ടായിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു.
മറ്റൊന്ന് നാലാമത് ഒരു വെടിയുണ്ട ഗാന്ധിജിയുടെ ദേഹത്ത് ഉണ്ടായിരുന്നു. അതാണ് മരണകാരണമെന്നാണ് പങ്കജ് ഭട്നാവിസിൻ്റെ വാദം. ആ വെടി വെച്ചത് ആരാണ് എന്ന് കണ്ടെത്തണമെന്നാണ് പങ്കജ് ഭട്നാവിസ് ഇപ്പോഴും വാദിക്കുന്നത്. ഗോഡ്സെയെ വെറുതെ വിടുക, ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ സർവർക്കർക്ക് യാതൊരു തരത്തിലുള്ള ഗൂഢാലോചന പങ്കുമില്ല എന്ന് വാദിക്കുന്നു. ഏതായാലും ഇപ്പോൾ ഇത്തരമൊരു സംഘടന വീണ്ടും നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. പ്രജ്ഞാ സിംഗ് ഠാക്കൂർ BJP ടിക്കറ്റിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. അവരുടെ നിലപാടുകളും മറ്റും തീവ്ര നിലപാടുകൾ ആണ്. അവർ പറയുന്ന മറ്റൊരു കാര്യം, അവർക്ക് സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ട് എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. അത് ഹിന്ദു രാഷ്ട്രം എന്നുള്ള തീവ്ര നിലപാട്, RSSൻ്റെ നിന്ന് വിഭിന്നമായി ഉള്ള ഒരു ഭരണഘടനയാണ് അവരുടേത്. അതിൽ മറ്റ് മതസ്ഥർക്ക് യാതൊരു പ്രാധാന്യവുമില്ല. പൂർണ്ണമായ ഹിന്ദു രാജ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ബുദ്ധരെയോ ജൈനരെയോ ഒന്നും അംഗീകരിക്കാത്ത സമ്പൂർണ്ണമായ ഒരു ഹിന്ദു രാഷ്ട്ര ഭരണഘടന അവർക്ക് ഉണ്ട് എന്നും ഹേമന്ത് കർക്കറെ കണ്ടെത്തിയിരുന്നു.